ഹായ് നമസ്കാരം. ഓടല്ലേ ഓടല്ലേ. ആ, ജോബി പാലക്കാരൻ ആ, അതെ. മനസ്സിലായില്ലേ? അയ്യോ യൂട്യൂബ് യൂട്യൂബിൽ ഫുഡിന്റെ ബ്ലോഗ് ഒക്കെ ചെയ്യുന്ന സാറേ, സാറിന്റെ ഫാൻസ് ആണ് ബാക്കി എല്ലാവരും. ഞാൻ എന്ത് തൊട്ടാലും വയറിലാക്കി തരണോ? അല്ല, അതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതാണ് മധുകാന്തിന്റെ കടയല്ലേ? അതെ, അതെ. ഗംഭീരമായ കടയാണ്. தம்பி வந்துட்டாங்க ஐயா. വണക്കം நான் தான் மதுகாந்த். വണക്കം വണക്കം. இது என்னோட ஸ்டைல். உங்களுக்கு சூப்பர் டீ எடுக்கட்டுமா? സ്റ്റൈലിൽ തന്നെ ഒരു ചായ അങ്ങോട്ട് வெயிட் എടുക്ക്. பண்ணுங்க. யா. ഇത് വല്ലതും നടക്കുമോ? സംഭവം വൈറലാക്കാൻ വന്നതാണ്. ഇതിങ്ങി വന്ന് ഇത് രക്ഷപ്പെടുവന്നോ? നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ, ബോംബെ തെരുവിൽ നിസ്സാരമായിട്ട് ചായ വെച്ച ഒരു ചായക്കാരൻ ഇന്ന് കോടീശ്വരനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായ ബെൽഗേറ്റ് പോലും അവിടുന്നാണ് ചായ കുടിക്കുന്നത്. അതുപോലെ എത്ര ഹോക്കി താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ, ഹിന്ദി താരങ്ങൾ. ചോദിക്കട്ടെ, ഈ സ്റ്റൈല് അച്ഛന് എപ്പോ തൊട്ടാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്? അയ്യോ അച്ഛന് പണ്ട് മുതലേ ഭയങ്കര സ്റ്റൈലാ. ആ ആണോ? സ്റ്റൈലാണ് അമ്മ സ്നേഹിച്ച് കെട്ടിയത്. ആഹാ, അത് ശരി. അതെ അതെ, മരുമോനാണ്. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് മാമന്റെ സ്റ്റൈല് കല്യാണം കഴിച്ച നാളോട്ട് അറിഞ്ഞു തുടങ്ങി. സാധാരണ ഈ കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ച് 3 മാസം കഴിയുമ്പോഴല്ലേ ഇങ്ങനെ കമരാറില്. അതെ അതെ. പക്ഷെ മാമ അങ്ങനെയല്ല, കമന്നാണ് ഭൂമിയിലോട്ട് വന്നത്. ആണല്ലേ? കുഞ്ഞുങ്ങൾ ഈ ബെഡിലല്ലേ ഈ അപ്പിയുടെ മൂത്രമൊഴിപ്പൊക്കെ. ഉവ്വ്. ഇതങ്ങനെയല്ല, പിന്നെ? ട്രിപ്പ് സ്റ്റാൻഡിനോട്ട് അത് തോന്നിയോ? മൊത്തത്തിൽ മാമ വെറൈറ്റിയാണ്. മൊത്തത്തിൽ വെറൈറ്റി ഉള്ള മാമനെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാം. ചായ അല്ലാതെ മറ്റെന്തൊക്കെ സ്റ്റൈലും എന്തൊക്കെ ആഹാരങ്ങളുമാണ് ഇവിടെ ഉള്ളത്? എന്റെ ഈ കടയിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പലഹാരങ്ങളുണ്ടല്ലോ. ഏതൊക്കെയുണ്ട്? വട്ടയപ്പം. വട്ടയപ്പം എല്ലാ കടയിലുള്ള സാധനമല്ലേ? എല്ലാ കടയിലും ഉള്ളത് അല്ല. പിന്നെ? ഇവിടുത്തെ വെറൈറ്റി ആണ്. ആ. ഈ വട്ടയപ്പം ഇങ്ങനെ നീളത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ പുട്ട് വട്ടത്തിരിക്കും. അതാണ് ഇവിടുത്തെ വെറൈറ്റി. അല്ല, ചെക്കി. ഇത് വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കടയിലും നിങ്ങൾ ഉഴുന്നുവട കണ്ടു കാണും. കണ്ടിട്ടുണ്ട്. ഉഴുന്നുവടയുടെ പ്രത്യേകത എന്താണ് സാറേ? ഉഴുന്നോടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉഴുന്നോടെ നടുക്ക് ഒരു ദാരം ഉണ്ടാകും. ആധാരം ഉണ്ടാവും. അത് ഉണ്ടാക്കുന്ന ആളല്ലേ ഉണ്ടാക്കുന്നത്. അതെ അതെ. പക്ഷെ ഇവിടെ ഉണ്ടാക്കുന്ന ആളല്ല ഉണ്ടാക്കുന്നത്. ഈ വരുന്നവരില്ലേ, ഇതാണ് ഇവിടുത്തെ ഉഴുന്നുവട. സാറാണ് കഴിക്കുന്നെങ്കിൽ സാറിന്റെ വിരലൊന്ന് കാണിച്ച് സാറ് തന്നെ ഇങ്ങനെ കോളിട്ട് അങ്ങ് കഴിച്ചോളാം. അതാണ് ഇവിടുത്തെ ഉഴുന്നുവടയുടെ പ്രത്യേകത. പക്ക വെറൈറ്റിയും പക്ക സ്റ്റൈലുമാണ് കേട്ടോ. അതെ, അതെ. ഒരു കസ്റ്റമർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കസ്റ്റമറോട് ചോദിക്കാം. കസ്റ്റമറെ സ്വീകരിക്കുന്നവരും ആദ്യത്തെ മര്യാദയോട് കൂടിയാണ്. പല കടക്കാരും കസ്റ്റമറെ മൈൻഡ് ചെയ്യാത്ത സമയത്ത് ആദിത്യ മര്യാദ കൊടുത്താണ് സ്വീകരിക്കുന്നത്. Yes.